ഹായ് ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ABC വ്ളോഗ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വളർത്തുന്നതിന്റെ പൈതൃകം തേടിയാണ് ഇന്ന് നമ്മുടെ യാത്ര. കണ്ണൂർ നഗരത്തിൽ നിന്നും 8 കിലോമീറ്റർ വടക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് വളവട്ടണം. അറബി ഗ്രന്ഥങ്ങളിൽ ബത്തഫത്ത് എന്നും മുസ്ലിം ആധ്യാത്മിക ഗുരുക്കന്മാരുടെ പ്രവാഹത്തോടെ ആത്മീയ നഗരമായി മാറിയ ഇവിടം ഔലിയാവത്തൻ എന്നും വാളിന്റെ ശക്തി അധികാരം നിർണയിച്ചിരുന്ന കാലത്ത് വാളൂർ പട്ടണമെന്നും വാണിജ്യ സ്ഥിരാകേന്ദ്രമായിരുന്നപ്പോൾ വലിയ പട്ടണമെന്നും വല്ലഭൻ കോലത്തിരി ഭരണഘടന തലസ്ഥാനമാക്കി മാറ്റിയപ്പോൾ വല്ലഭ പട്ടണമെന്നും അറിയപ്പെടുന്ന ഈ വളപട്ടണത്തിന്റെ നാമത്തിൽ തന്നെ വളരെയേറെ പൈതൃകവും ചരിത്രവും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വളപട്ടണത്തിന്റെ പൈതൃകം തേടി ഇറങ്ങിയ യാത്രയിൽ ആദ്യമായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ പിന്നിലുള്ള കക്കുളങ്ങര മസ്ജിദിനെ കുറിച്ചാണ്. ഇതാണ് ചരിത്ര പ്രസിദ്ധമായ കക്കുളങ്ങര മസ്ജിദ്. കേരളത്തിലെ സാദാത്തുക്കളുടെ ആദ്യ കണ്ണിയും ബുഖാരി കബീലയിലെ പ്രഗത്ഭനുമായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമി. ഹിജ്റ 9-ാം വർഷത്തിൽ ബുഖാറയിൽ നിന്ന് അനേകം മൈലുകൾ താണ്ടിയാണ് മഹാനുഭാവൻ ഇവിടെ എത്തുന്നത്. ഹസ്രത്ത് ജലാലുദ്ദീൻ ബുഖാരിയുടെ ആഗമനകാലത്ത് ഖാലി സീദി ഇബ്രാഹിം റളിയല്ലാഹു അൻഹു സിദ്ദീഖ് പരമ്പരയിലെ വളപട്ടണത്തെ 21ാമത്തെ ഖാലിയാണെന്ന് അറിയുമ്പോഴാണ് ഈ നാടിന്റെ ഇസ്ലാമിക പൈതൃകം ആധ്യാത്മിക പാരമ്പര്യവും ബോധ്യമാവുക. കക്കുളങ്ങര പള്ളിയിൽ എത്തുന്ന ഏതൊരാളും തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇതൊരു കവാടമാണെന്ന് വിചാരിച്ചാണ്. പക്ഷെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഇബ്നു ബത്തൂത്ത കണ്ട പള്ളിയാണ് കക്കുളങ്ങര പള്ളി. ഈ കുളമാണ് ഇബ്നു ബത്തൂത്ത കാര്യമായിട്ട് പറയുന്നത്. കുളത്തിന് ചുറ്റുമായിട്ട് കുറെ അത്തരം ആ ചെറിയ ഡോം പോലുള്ള ഡോമുകൾ ഉണ്ടായിരുന്നു. ഇതാണ് പ്രധാന ഡോം. ഇതൊരു കവാടോ അല്ലെങ്കിൽ കടന്നു പോകാനുള്ള പ്രവേശന മാർഗമല്ല. ചെറക്കൽ രാജാവ് വളപട്ടണത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗത്താണ് രാജാവും രാജാവിന്റെ പരിവാരങ്ങളും ഇരിക്കുക. ഇതിന്റെ മറുഭാഗത്താണ് കാളിയും ഇവിടുത്തെ ഉമറാക്കളും ഇരിക്കുക. രാജാവിന്റെ മന്ത്രിമാര് പ്രധാനമന്ത്രിമാർക്കൊക്കെ ഇരിക്കാനുള്ള ഇടങ്ങളാണത്. ഇവിടെ പ്രൗഢമായ ചർച്ചകൾ, രാജകീയമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ശേഷം കുളത്തിൽ രാജാവിനെ രസിപ്പിക്കാനുള്ള ജലക്രീഡകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ധർമ്മടത്തല്ല, വളപട്ടണത്താണ് ഇബ്നു ബത്തൂത്ത കണ്ട പള്ളിയെന്ന് ഇതിൽ നിന്നൊക്കെ ഉറപ്പാണ്. വളപട്ടണത്തിന്റെ പൈതൃകത്തിൽ കക്കുളങ്ങര പള്ളിയോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു അധ്യായമാണ് കളരിവാതിക്കൽ ഭഗവതി ക്ഷേത്രം എന്നുള്ളത്. ചിറക്കൽ രാജവംശം എന്നറിയപ്പെടുന്ന കോലോത്തരി രാജവംശത്തിന്റെ കുലദേവതയായിട്ടാണ് ഇവിടുത്തെ ദേവിയെ ആരാധിക്കുന്നത്. അസുരന്മാരെ നിഗ്രഹിച്ച പരാശക്തിയായ ദേവിയാണ് കളരിവാതിക്കൽ ഭഗവതിയായി ഇവിടെ നിലകൊള്ളുന്നത്. കോലോത്ത് നാട്ടിലെ ഏറ്റവും വലിയ കളരിയായ വള്ളോർ കളരിയുടെ പ്രധാന പ്രവേശന കവാടത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് കളരിവാതിക്കൽ എന്ന പേര് വന്നത്. മതേതരത്വവും നിഷേധിക്കപ്പെടുന്ന ഈ വർത്തമാനകാലത്ത് വളപട്ടണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യത്വത്തെയും മതേതരത്തെയും കുറിച്ച് പഠിക്കുവാൻ ഒരുപാടുണ്ട് ഈ മണ്ണിന്റെ ചരിത്രത്തിൽ. ഉദാഹരണത്തിന് കക്കുളങ്ങര പള്ളിയിലുള്ള ഉറൂസിന് കാളിമാർ ഇവരെ ക്ഷണിക്കുന്നതും ഇവരുടെ ഉത്സവത്തിന് അവരെ ക്ഷണിക്കുന്നതും നമുക്ക് വലിയൊരു പാഠമാണ് ഇവിടെ നൽകുന്നത്. ഇതാണ് വളപട്ടണം ടൗൺ. വളപട്ടണം പാലം വരുന്നതിന് മുമ്പ് വളരെ തിരക്കേറിയ സ്ഥലമായിരുന്നത്. പാലത്തിന്റെ വരവോടുകൂടി കച്ചവടങ്ങൾ കുറയുകയും സ്വാഭാവികമായി ഇവിടുത്തെ കടകൾ അടച്ചുപൂട്ടുകയായിരുന്നു. എന്നാൽ പുതുമകളുടെ കോട്ടം തട്ടാതെ പഴമയുടെ ഭംഗി നിലനിർത്തി പോകുന്ന ഒരു ടൗൺ തന്നെയാണ് വളപട്ടണം ടൗൺ. ഇതാണ് വളപട്ടണം റെയിൽവേ പാലം. ഈ പാലത്തിനും ചിലത് പറയാനുണ്ട്. കേൾക്കുമ്പോൾ അത്ഭുതമായി തോന്നുമെങ്കിലും അതാണ് യാഥാർത്ഥ്യം. ഈ പാലത്തിലൂടെയാണ് തീവണ്ടിയോടൊപ്പം മറ്റു വാഹനങ്ങളും പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം അപ്പുറം ഒരു പാലം വരികയും പിന്നീട് ഇതിലൂടെ തീവണ്ടി മാത്രം കടത്തിവിടുകയുമാണ് ചെയ്തിരുന്നത്. വാണിജ്യത്തിൽ വളപട്ടണത്തിന്റെ വലിയൊരു പങ്കാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ അപൂർവമായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ലോറികൾ വളപട്ടണത്തിൽ സുലഭമാണ്. വളപട്ടണത്തിന്റെ പേരും പ്രശസ്തിയും വാനോളം ഉയർത്തുന്നതിൽ വലിയൊരു പങ്കുവഹിച്ച സ്ഥാപനമാണ് എന്റെ പിറകിലുള്ള ദ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്. 1945 സ്ഥാപിതമായ ഈ സ്ഥാപനത്തോട് റിസർവ് ബാങ്കിന് വളരെയധികം ബന്ധമുണ്ട്. അവിടെയുള്ള പഴകിയതും മുഷിഞ്ഞതുമായ നോട്ടുകൾ എവിടെ വെച്ചാണ് പ്ലൈവുഡാക്കി മാറ്റുന്നത്. പൈതൃകങ്ങൾ ഉറങ്ങുന്ന വളപട്ടണത്തിന്റെ വിശേഷങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ മാസ്സലാമ.